മാതാന്റെ വണക്കമാസം 11-ാം ദിവസം. ദൈവവചനം ശ്രവിക്കുന്നതിൽ മറിയം നമ്മുടെ മാതൃക. ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ച് ദൈവവചനം അറിയിച്ചു. മറിയം ദൈവവചനം സ്വീകരിക്കുന്നതിന് എത്ര സന്നദ്ധയായിരുന്നു എന്ന് നാം പരിചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേര് വിളിക്കണം. ദേവദൂതൻ തൻ്റെ വാക്കുകൾ ശ്രവിച്ച പരിശുകന്യക ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കും? ന്യായയുക്തമായ ഒരു സംശയമായിരുന്നത്. മേരി ദൈവത്തോട് കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള വസ്തുത അത് പ്രചോദിപ്പിക്കുന്നു. ദൈവദൂതൻ മറിയത്തിന് സംശയ നിവാരണം വരുത്തി. പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ പരിശുദ്ധനായിരിക്കും. മേരിയുടെ പ്രശ്നത്തിന് ദൈവദൂതൻ പരിഹാരം നിർദ്ദേശിച്ച ഉടനെ പരിശുദ്ധകന്യക പ്രതിവദിച്ചു. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇപ്രകാരമുള്ള സന്നദ്ധ ദൈവവചനം സ്വീകരിക്കുന്നതിൽ നമുക്കുണ്ടോ? ക്രിസ്തുനാഥൻ ഒരിക്കൽ വിതക്കാരൻ്റെ ഉപമ അരുളി ചെയ്തു. വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടപ്പോൾ ചിലത് വഴിയിൽ വീണു. അത് ആകാശപ്പറവകൾ കൊത്തിക്കൊണ്ടുപോയി. മറ്റു ചിലത് പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതുകൊണ്ട് അത് കരിഞ്ഞുപോയി. വേറെ ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു. മുള്ളുകൾ അതിനെ ഞെരുക്കി കളഞ്ഞു. എന്നാൽ ചിലത് നല്ല നിലത്ത് വീണു. അവ 100, 60, 30 മേനി വിളവ് നൽകി. ദൈവവചനം സ്വീകരിക്കുന്ന 4 തരക്കാരെ വ്യക്തികളുടെ മാതൃകയാണ് ഈ ഉപമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിത്തുകൾ. ഒന്നാമത്തെ തരക്കാർ ദൈവവചനം ശ്രവിച്ചാൽ ഉടനെ തന്നെ അതിനെ പുച്ഛിച്ചു തള്ളും. രണ്ടാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുമെങ്കിലും വചന നിമിത്തം ഞെരുക്കുമോ പീഡയോ ഉണ്ടാകുമ്പോൾ അത് പരിത്യജിക്കുന്നവരാണ്. മൂന്നാമത്തെ കൂട്ടർ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത് പോലെ വചനം സ്വീകരിക്കുമെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. നാലാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഒരിക്കൽ ഈശ്വനാഥന്റെ ദിവ്യ അധരങ്ങളിൽ നിർഗളം പ്രവഹിച്ച ദിവ്യസൂക്തികൾ ശ്രവിച്ച ഒരു സ്ത്രീ പ്രാരംഭോഷിച്ചു. നിന്നെ വഹിച്ച ഉദരത്തിനും നിന്നെ കുടിപ്പിച്ച മുലകൾക്കും ഭാഗ്യം. ഉടനെ ദിവ്യനാഥൻ പ്രകാരം അരുളി ചെയ്തു. ദൈവത്തിന്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ ഭാഗ്യം. ലൂക്ക 11:27-28 വാക്യങ്ങൾ. മെസ്സിയ ഇവിടെ പരിശുദ്ധകന്യകയുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം അടങ്ങിയിരിക്കുന്നത് എന്തിലാണെന്ന് നമ്മെ മനസ്സിലാക്കുന്നു. ദൈവവചനം ശ്രവിച്ചു അതനുസരിച്ച് പ്രവർത്തിച്ചതിനാലാണ് അവൾ ഭാഗ്യവതിയായിരിക്കുന്നത്. അതിനാൽ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെ പരിശ്രമിക്കാം. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ ദൈവവചനം ശ്രവിക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവബലിയിൽ ദൈവവചനത്തെ ആസ്പദമാക്കി ചെയ്യുന്ന പ്രഭാഷണത്തിലും ശ്രദ്ധാപൂർവം സംബന്ധിക്കുക. ദൈവവചനവും എല്ലാ തിരുവഴുത്തുകളും ദൈവപ്രചോദിതമാകിയാൽ പഠിപ്പിക്കുന്നവനെ അബദ്ധങ്ങളും ഖണ്ഡിക്കുന്നതിനും ജനങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശനം നൽകുന്നതിനും അവരെ വിശുദ്ധി പ്രാപിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഫലദായകമാം വിധം ഉപയോഗിക്കുവാൻ കഴിയുകയാണ്. ദൈവവചനം ഇരുമുനവാളാണ്. അത് ശ്രമിച്ച് പ്രാവർത്തികമാക്കുന്നത് രക്ഷാകരവും എന്നാൽ അതിനെ അവഗണിക്കുന്നവർക്ക് നാശത്തിന് കാരണമാകും. സംഭവം: വിശുദ്ധ അൽബത്തോസ് ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പരിശുദ്ധകന്യയോട് അതിയായ ഭക്തി ഉണ്ടായിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കൂടാതെ ഡൊമിനിക്കൻ സന്യാസ സഭാംഗമായ അദ്ദേഹം സന്യാസ ജീവിതം പരിത്യജിച്ച് പോകുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം പരിശുദ്ധകന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പ്രകാരം അരുളി ചെയ്തു. മകനെ, നീ സന്യാസത്തിൽ നിലനിൽക്കുക. നിനക്ക് സന്യാസി ജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ ദൈവകുമാരനിൽ നിന്നും പ്രാപിച്ചു തരുന്നതാണ്. വിശുദ്ധ അൽബത്തോസ് തൽഫലമായി സന്യാസി ജീവിതം തുടർന്നു നയിക്കുവാൻ തീരുമാനിച്ചു. പഠിക്കുവാൻ വളരെ വിഷമിച്ചിരുന്ന അദ്ദേഹം അഗാധ പണ്ഡിതനായി. ലോകം ദർശിച്ചിട്ടുള്ളതിലേക്ക് ഏറ്റവും മതിയായ പ്രകർഷം തികഞ്ഞ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ ഗുരുഭൂതനാകുവാനുള്ള ഭാഗാദയം അദ്ദേഹത്തിന് സിദ്ധിച്ചു. അദ്ദേഹം പിന്നീട് വലിയ ഭക്തനായി തീർന്നു. മരിയ ശാസ്ത്രത്തിന്റെ മൽപ്പാൻ. പ്രാർത്ഥന. മരിയാംബികയെ, അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അങ്ങേ വചസ്സുകളിലൂടെ ഒരു നവ ലോകത്തെ സൃഷ്ടിച്ചു. നാഥേ, ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതിനനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്താപമുണ്ട്. ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദൈവകുമാരൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗതിയിലൂടെ വന്ന് നിന്റെ ഉപകാരം സഹായം അപേക്ഷിച്ചു.
നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞേയ കന്യകയെ ദയയുള്ള മാതാവേ, ഈ വർണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയപുറം കേട്ടളമ്മേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗതമേ, ഇതാ നിന്റെ സംഗതം ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളോട് സങ്കേതമേ, ഇതാ നിന്റെ സംഘത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് ആദിയിലെ പോലെ എപ്പോഴും നിൽക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗതമേ, ഇതാ നിന്റെ സംഘത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അന്നുകൊണ്ട് ആഹാരം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പൊഴിച്ചോളണമേ. ആദിയിലെ പോലെ എപ്പോഴും നിൽക്കുവാമേ. ലുത്തിനിയ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശേഷ പ്രാർത്ഥന കേൾക്കണമേ. വിശേഷ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഭൂലോ രക്ഷിതാനെ പുത്രൻ തമ്പുരാനെ, ഗുരുഹാദുദേശ തമ്പുരാനെ, ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധമേ, സുതമറിയമേ, തമ്പുരാന്റെ പുണ്യജനെ, കന്യാസ്ത്രീകുമാരുടെ നിർമ്മല കന്യകയും മിശിഹായുടെ മാതാവേ, ദൈവപ്രസാദത്തിന്റെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, എത്രയും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയുള്ള മാതാവേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേ, കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ മാതാവേ, രക്ഷിതാവിന്റെ മാതാവേ, തിരുസഭയുടെ മാതാവേ, കരുണയുടെ മാതാവേ, വിവേകേശ്വരമുള്ള കന്യകയും പ്രകാശപൂർണമായ യോഗ്യമുള്ള കന്യകയും സ്തുതിപ്രാപ്തിക്കേശ്വരമുള്ള കന്യകയും വല്ലഭമുള്ള കന്യകയും കനിവുള്ള കന്യകയും വിശ്വാസവതിയായിരിക്കുന്ന കന്യകയും നീതിയുടെ ദർപ്പണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിന്റെ കാരണമേ, ആത്മജ്ഞാന പൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ദൈവരസം നിർമ്മിക്കുന്ന പടിഞ്ഞേർ പുഷ്പമേ, ദാവീദിന്റെ കോട്ടയെ, നിർമ്മലത നിന്നുള്ള കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഉഷാകാലത്തിന്റെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സംഗതമേ, പ്രവാസികളുടെ മാതാവേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ,
മാലാകമാരുടെ രാജ്ഞി, ഭാവന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്നേഹാന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദനീയന്മാരുടെ രാജ്ഞി, കന്യാസ്ത്രീകളുടെ രാജ്ഞി, സകല പുണ്യന്മാരുടെ രാജ്ഞി, അമലോത്ഭയായിരിക്കുന്ന രാജ്ഞി, സ്വർഗപിതാവായിരിക്കുന്ന രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, മൂലപാവളം നിൽക്കുന്ന ദൈവസഭരാട്ടുകുട്ടി, മൂലപാവളം നിൽക്കുന്ന ദൈവസഭരാട്ടുകുട്ടി, മൂലപാവളം നിൽക്കുന്ന ദൈവസഭരാട്ടുകുട്ടി, സർവസ്വന്റെ പുണ്യപൂർണ്ണയും മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കലേ. ഭാഗ്യവതിയും ആശ്രയിക്കപ്പെട്ടവരുമായ അമ്മകന്യെ സലാപത്തുള്ളിൽ നിന്ന് ഞങ്ങളെ കാത്തോളണമേ. ഈ ശിമിച്ചയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാക്കുവാൻ സ്വദേശത്തിന്റെ പ്രതിസ്മതാവേ ഞങ്ങൾക്ക് വേണ്ടി പഠിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങേ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തർക്കം പാർത്തപ്പോഴും കന്യകയായിരിക്കുന്ന മതത്തിന്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശിമിച്ചയുടെ തിരുമത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നളണമേ. ആമേൻ. പരിശുദ്ധാത്മീ കരുണയുള്ള മാതാവ്, സ്വസ്തി. ഞാൻ ജീവനുമാതും ശരണമേ സ്വസ്തി. അവിടെ പ്രധാനപ്പെട്ട ഞങ്ങൾ അങ്ങ് പകഞ്ഞിലൂടെ കടന്നിന്റെ താഴ്വരയിൽ നിന്ന് നിലനിൽക്കുന്നു. ആകയാൽ ഞങ്ങളുടെ പ്രതിഷ്ഠി ഞങ്ങളുടെ കണ്ണുള്ള കണ്ണുകൾ ഞങ്ങളുടെ നരകത്തിരിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദരത്തിന്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും മാനുഷ്യവും മാതൃകയും നിറഞ്ഞ കന്യകമറിയമേ. ആമേൻ. ഈ ശമിശയുടെ വാഗ്ദാനക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സ്വദേശത്തിന്റെ പശ്ചിമതാപേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളാനും നിത്യനുമായിരിക്കുന്ന സർവ്വശ്വര ഭാഗ്യവിദ്യായിരിക്കുന്ന മറത്തിന്റെ ആത്മാവും ശരീരവും റുഹാദുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദൈവത്തിന് യോഗമായ പീഠമായിരിക്കാൻ പൂർവ്വമായി നിയമിച്ചല്ലോ. ഈ ദൈവമാതാവിനെ ജനിച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സലാബ്ദങ്ങളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്ത് രക്ഷിക്കണമേ. ഈ യാചനകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ശിംശയുടെ തിരുമത്തെ കുറിച്ച് ഞങ്ങൾക്ക് തന്നല്ലാമേ. പാപികളുടെ സംഘടനയെ തിരിച്ചുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാളാവുന്നു. അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പാപികളുടെ സംഘടനയെ വിദ്യാർത്ഥികർ മുതലായവർ മനസ്സിലാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പാപികളുടെ സംഘടനയെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഘടനയെ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സംഘടനയെ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സുഹൃത ജപം. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. നല്ല മാതാവേ മരിയേ, നിർമ്മലായ പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. ആത്മചാരിദ്രിയങ്ങളായ സ്മരണാദിവാസങ്ങളെയും ആയവാറ്റിൻ പല കർമ്മങ്ങളും പോയതുമുള്ളതും മേലിലേതും കണ്ണു തിരിച്ചു കാടാക്ഷിച്ചതിൽ തന്നതു സർവമാകറ്റിക്കൊണ്ട് പുണ്യമായുള്ളതു കാത്തവറ്റാൻ ധന്യരായി ഞങ്ങളെ ആക്കിടുവിൻ. മുമ്പിനാൽ ഞങ്ങളെ കാത്തുവന്ന
തുമ്പം താരും ദുഷ്ടപദകാരം ശൈത്താന്മാർ ഞങ്ങളെ കാത്തിടുവാൻ ചത്താലും ഞങ്ങൾക്കതിഷ്ടമല്ല. ആ ദുഷ്ടർ ഞങ്ങളെ കാത്തിടുകിൽ ആ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കി. ഇമ്പം കാണിച്ചു പ്രിയം വരുത്തി ഇമ്പവർ ഞങ്ങളെ നാശമാക്കും. അയ്യോ മാതാവേ പിതാവത്തെ അയ്യായിരം കാതം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ പുത്രനു ചേർത്തുകൊള്ളുവിൻ. നല്ല മാതാവേ മരിയേ നിർമ്മല യൗസേപിതാവേ